ഇവിടെ എന്നെ കാത്തു നിൽക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഊർജം, ഏറ്റവും വലിയ പ്രോത്സാഹനം. അപ്പൊ ഞാൻ ഇനി വൈകിക്കാതെ പരിപാടിയിലേക്ക് കിടക്കട്ടെ. എന്റെ അമ്മേ, സാധാരണ നമ്മൾ കോഴിക്കോട് സൈഡിലേക്കൊക്കെ പോകുമ്പോ പറയും കോഴിക്കോടുകാരുടെ വൈബ് എന്തൊരു വൈബാന്ന്. ഇതാരെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ടൊന്ന് കാണിച്ചു കൊടുക്കോ, ഇവിടെ ഏറ്റുമാനൂരുകാർക്ക് അതിന്റെ അപ്പുറത്തെ വൈബാണെന്ന്. ശരി, ഞാന് നവ്യ നായറായിട്ട് നിന്നൊക്കെ സംസാരിച്ചതാട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ ഡാൻസ് ആണെന്ന് എല്ലാവർക്കും അറിയോ? ഇവിടെ പിന്നെ ക്ലാസിക്കൽ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ ഞാൻ സാധാരണ പോകുമ്പോൾ എല്ലാവരുടെ അടുത്തും മുൻകൂട്ടി ഒന്ന് പറയും ക്ലാസിക്കലാണ്, ആരും സെമി ക്ലാസിക്കൽ അങ്ങനത്തെ ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് ഞാൻ മുൻകൂട്ടി പറയാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇനത്തിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. മുത്തയ്യ ഭാഗവതർ എഴുതിയ വരികളാണ്. ഇതൊരു ദരുവർണ്ണമാണ്. പദവർണ്ണം, താനവർണ്ണം, ദരുവർണ്ണം, അങ്ങനെ വർണ്ണങ്ങളുണ്ട്. അപ്പം അതിലൊരു ദരുവർണ്ണമാണ് ഞാൻ ഇന്നിവിടെ പെർഫോം ചെയ്യുന്നത്. ആദ്യം ഒരു ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകം, അതിന് നേരെ ഈ മാതേ മലയധ്വജ പാണ്ഡ്യ സംജാതേ മാതംഗ വദന ഗുഹ എന്ന് പറഞ്ഞാൽ, മാതേ എന്ന് പറയുന്നത് ദേവിയാണ്, മീനാക്ഷി ദേവി. പാണ്ഡ്യ രാജാവിന് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു വലിയ യാഗം നടത്തും. ആ യാഗത്തിൽ അഗ്നികുണ്ഡത്തിൽ നിന്നൊരു കുഞ്ഞ് സംഭൂതയാവും, ഒരു പുത്രി. ആ പുത്രിയെ എടുത്ത് താലോലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ പുത്രിക്ക് 3 സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ജനിക്കുമ്പോൾ. അപ്പോ അച്ഛനും അമ്മയ്ക്കും ആകെ വിഷമം വരും. പെട്ടെന്നൊരു അശരീരി കേൾക്കും. ആ അശരീരിയിൽ പറയുന്നത്, എപ്പോഴാണോ ഈ കുട്ടി തന്റെ നാഥനെ, ഭഗവാനെ, സുന്ദരേശ്വരനെ കാണുന്നത്, ആ നിമിഷം അവൾ 2 സ്ഥലങ്ങളോട് കൂടിയ ഒരു സ്ത്രീയായി മാറും എന്നൊരു അശരീരി കേൾക്കും. അപ്പൊ ഈ പെൺകുട്ടി വളർന്ന് വലുതാവാണ്. വളർന്ന് വലുതാവുമ്പോഴോ ആയോധന കലകളിലും നൃത്തത്തിലും സംഗീതത്തിലും വേദങ്ങളിലും ഒക്കെ അഗ്രഗണ്യാണ് ദേവി. അങ്ങനെ ഒരു ദിവസം കുറെ യുദ്ധങ്ങളൊക്കെ ചെയ്ത ദേവി ഇങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാനെ കാണാം. അപ്പൊ ഭഗവാനെ കാണുന്ന നിമിഷം കൈകളിൽ നിന്ന് അമ്പും വില്ലൊക്കെ ഇങ്ങനെ ഉതിർന്ന് താഴേക്ക് വീഴും. അങ്ങനെ ഭഗവാനിൽ അനുരക്തയായി അവരൊന്നിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം ശാദൂതരി ശങ്കരി ചാമുണ്ടേശ്വരി ചന്ദ്രകലാധരി എന്ന് പറയുന്നുണ്ട്. ആ വരികൾ ഉദ്ദേശിക്കുന്നത് ദേവി നല്ല പ്രഭാപൂരിതമായ ശരീരമുള്ള ദേവിയാണ്. ആ ദേവി എങ്ങനെയാണ്? ഉഗ്രരൂപിണി കൂടിയാണ്. ആ ദേവി ചണ്ടനെയും മുണ്ടനെയും വധിച്ച, ആ ഡിമോൺസിനെ നശിപ്പിച്ചു കളഞ്ഞ ദേവിയാണ്. അപ്പൊ ആ പാർട്ടാണ് അനുപല്ലവിയിൽ കാണിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹാഫ് ഓഫ് ദ വർണ്ണം കാണിക്കുന്നത് മുഴുവൻ ദേവിയെ കുറിച്ചാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ആദ്യം ഞാനിവിടെ ശ്ലോകത്തിൽ കാണിക്കുന്നത് ശിവനെയാണ്. അപ്പൊ ശിവനെ പറ്റി പറയുമ്പോൾ ജടകളെ കുറിച്ച് പറയും, പിന്നെ അദ്ദേഹത്തിന്റെ ഭംഗിയുള്ള മുഖം, കണ്ണുകള്, തൃക്കണ്ണ് എന്നൊക്കെ പറയുന്നത് പോലെ ദേവിക്കും താമര ഇതളുകൾ പോലെയുള്ള കണ്ണുകളുണ്ട്. പിന്നെയോ നല്ല മെലിഞ്ഞ അരയുണ്ട്. നക്ഷത്രങ്ങളുടെ തിളക്കമുള്ള കമ്മലുകളുണ്ട്. ആടി ഉലയുന്ന നദിയിലെ തരംഗം പോലെയുള്ള ഭംഗിയുള്ള മുടിയുണ്ട്. അങ്ങനെയുള്ള ദേവിയാണ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ വർണ്ണം വർണ്ണിക്കുന്നത്. അപ്പോൾ വർണ്ണം എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സപ്പോർട്ടാണ് ഫുള്ളെന്ന് എനിക്കറിയാം, എന്നാലും സോ പ്ലീസ് വാച്ച് ദിസ് വർണ്ണം, ദരു വർണ്ണം. And all my gratitude and pranams to my Guru, Srimati Priyadarshini Govind. All the items here, other than just one item, everything else is composed and choreographed, not composed, choreographed by my Guru, Srimati Priyadarshini Govind. ഈ 7:30 പൊന്നാന ദിവസത്തിൽ എല്ലാവർക്കും ഈ നൃത്ത സന്ധ്യയല്ലല്ലോ, നൃത്തരാത്രിയിലേക്ക് അല്ലേ, സുസ്വാഗതം. താങ്ക് യു സോ മച്ച്.